ജപ്പാനെ തകർത്ത് ബ്രസീല് ഒരു ഗംഭീര ജയം നേടി. ഗംഭീര ജയം എന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന ശേഷമാണ് തിരിച്ചടിച്ച് 2 ഗോളുകൾ തിരിച്ചടിച്ച് ബ്രസീൽ ജയിച്ചത്. അപ്പോൾ നമ്മൾ വാർ റൂമിൽ ഞങ്ങൾ ഇന്ന് കളി കണ്ട് ഞങ്ങൾ ഓൺ എയറിലായിരുന്നു. ഞങ്ങൾ 3 പേരും ഓൺ എയറിലായിരുന്നു. ഹരി ആ സമയത്ത് അവൻ്റെതായിട്ടുള്ള സ്പോർട്സ് വേൾഡ് കപ്പ് ഡെസ്കിലെ വലിയ തിരക്കിലുമായിരുന്നു ഞങ്ങൾ. പക്ഷേ അതിനിടയിൽ ഞങ്ങളെ കണ്ണ് മൊത്തം ടി വിക്കകത്ത് തന്നെയായിരുന്നു എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഹരി ആശ്വാസമായല്ലോ അല്ലേ? തീർച്ചയായും വലിയ ആശ്വാസമായി. കാരണം ആദ്യ പകുതിയിൽ സത്യം പറഞ്ഞാൽ പേടിച്ചു. ജപ്പാൻ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യ പകുതി കഴിയുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല തിരിച്ചു വരും എന്നുള്ളത്. കാരണം അത്ര ഒരു സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല മത്സരം. പക്ഷെ രണ്ടാം പകുതിയിൽ ആൻസലോട്ടി, നമ്മളെ എല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്ന ആൻസലോട്ടി നിർണായകമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. എൻട്രിക്കിനെ ആദ്യം തന്നെ അദ്ദേഹം ഇറക്കി വിടുന്നു. അതിനുശേഷം ഗോൾ അടിക്കണം എന്നുള്ള കൃത്യമായ സൂചന നൽകാൻ വേണ്ടി ഗബ്രിയൽ മാർട്ടിനെലിനെ ഇറക്കി വിടുന്നു. അവിടെ തന്നെ ആ മത്സരം അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു, ഈ മത്സരം ജയിച്ചിട്ടേ ഇവിടുന്ന് പോകുമോ എന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാസിമിറോ ആദ്യ പകുതിയിൽ വളരെ മോശം പ്രകടനമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും രണ്ടാം പകുതിയിൽ അദ്ദേഹത്തെ നിലനിർത്താനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചു. അപ്പോൾ തന്റെ ഓരോ താരങ്ങളെയും എത്രമാത്രം ആൻസലോട്ടി വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അളന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടത്. ആ കാസിമിറോയുടെ തലയിൽ നിന്ന് തന്നെ ആദ്യ ഗോൾ വരുന്നു. ശേഷം തുടരെ ആക്രമിക്കുന്ന ബ്രസീലിനെയാണ് നമ്മൾ കണ്ടത്. നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചടിക്കാൻ കഴിയും. ജപ്പാൻ ഒരുപക്ഷെ രണ്ടാം പകുതിയിൽ പൂർണ്ണമായും ബാക്ക് ഫുട്ടിലായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ഹൈലൈൻ ഡിഫൻസ് കളിക്കുമ്പോഴുള്ള കൃത്യമായ സ്പേസ് ഒന്നും ഉപയോഗിക്കാൻ ജപ്പാന് കഴിഞ്ഞില്ല. അത്രയും വേഗതയുള്ള താരങ്ങളാണ്. പക്ഷെ എന്നിട്ട് പോലും അവർക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. സമ്പൂർണ്ണ ആധിപത്യം ബ്രസീലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ആഞ്ചലോട്ടി നെയ്മറിനെ ഇറക്കി വിടാത്തതിലുള്ള വിഷമമുണ്ടോ? തീർച്ചയായും വിഷമമുണ്ട്. നെയ്മർ ജൂനിയർ കളിക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരുന്നത്. നെയ്മറിന്റെ കളി കാണണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ ആൻസലോട്ടി എന്തായിരിക്കും ചിന്തിച്ചിട്ടുള്ളത് എന്നറിയില്ല. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പരിക്ക് കഴിഞ്ഞ് വരികയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ആകെ 15 മിനിറ്റാണ് കളിച്ചത്. ഒരു പക്ഷേ ഈ മത്സരത്തിൽ ഒരു കംഫർട്ടബിൾ സ്പേസിലായിരുന്നെങ്കിൽ, ഒരു കംഫർട്ടബിൾ സോണിലായിരുന്നെങ്കിൽ നെയ്മർ തീർച്ചയായും ഇറങ്ങിയാണ്. പക്ഷേ ഒരു ഹൈ ഇന്റൻസിറ്റി ഗെയിമാണ് നടക്കുന്നത്. കാരണം നോക്കൌട്ട് പോലെ സ്റ്റേജ് ആണ്. അത്രയും ഹൈ ഇന്റൻസിറ്റി ഗെയിമാണ് നടക്കുന്നത്. അപ്പോൾ നെയ്മറിനെ ആ ഒരു ഹൈ ഇന്റൻസിറ്റി ഗെയിമിൽ കളിക്കാനുള്ള ഒരു ഫിറ്റ്നസ് ആയിട്ടില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ ആൻസലോട്ടിക്ക് വന്നിട്ടുണ്ടാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു മത്സരം ഒരു നെഗറ്റീവ് ഫലമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു തോൽവിയിലേക്കായിരുന്നു പോയിരുന്നെങ്കിൽ എന്തുകൊണ്ട് നെയ്മറിനെ ഇറക്കിയില്ല എന്നൊരു ചോദ്യം എന്തായാലും തീർച്ചയായും അവിടെ ഉണ്ടാവുമായിരുന്നു. കാരണം ആ ഒരു നിമിഷത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന നെയ്മർ ഇറങ്ങണമെന്നാണല്ലോ. അപ്പൊ നെയ്മർ ഇറങ്ങാതെ വരുമ്പോൾ ഇനി എപ്പോൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ അത് എല്ലാവരുടെയും മനസ്സിൽ പോയതുപോലെ എന്റെ മനസ്സിലും പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മള് ഈ മൊമെന്റ്, അതായത് ബ്രസീൽ ജയിച്ച മൊമെന്റ് ഞാനും നൂറയും ഹരിയും ന്യൂസ് ഫ്ലോറിലായിരുന്നു. ഞങ്ങൾ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം നമ്മളിങ്ങനെ ആവേശം കയറി അത് ആരാണ് ഹെഡ് ചെയ്തതെന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ട്. മനോഹരമായൊരു ഗോൾ പിറന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം നമ്മൾ ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ ഹരി ഗോവിന്ദിന്റെ ശബ്ദം പറഞ്ഞ് ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടില്ലേ? നമ്മള് ഉള്ളിൽ നിന്ന് വരും, അത് കേട്ടിട്ടില്ലേ? ഉള്ളിൽ വന്നു. അതായത് നമ്മള് ഞാൻ ഒച്ചത്തിൽ ശബ്ദം എടുത്ത് സംസാരിക്കുന്നുണ്ട്. നൂറ എന്താന്ന് അറിയില്ല, വിഷമിച്ചിരിക്കായിരുന്നു. എനിക്ക് അതൊന്നല്ല, അതിന്റെ ഇടയിൽ മഹേഷേട്ടന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. എന്താണ് ഇപ്പോൾ ജപ്പാന്റെയും ബ്രസീൽ താരങ്ങളുടെയും മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? പകച്ചുപോയ എന്റെ ബാല്യം. എന്താ ഞാൻ ചോദ്യമാണ് ചോദിച്ചത്. അതെന്താ ഈ ലാസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് മൊമെന്റ് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇത്ര ടെൻഷൻ, ഹരിഗോവിന്ദിന്റെ ടെൻഷൻ നമുക്ക് അതിന്റെ ഒരു ഹീറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഞാൻ സത്യമായിട്ട് ചോദിക്കാണ്, ഈ സമയത്ത് ഫുട്ബോൾ കളിക്കുന്ന ആളുകളുടെ മനസ്സിൽ ലാസ്റ്റ് മൊമെന്റ് ഫൈനൽ വിസിൽ 1-1 നിൽക്കുമ്പോ എന്തായിരിക്കും? ഒന്നുകിൽ പുറത്ത് അല്ലെങ്കിൽ അകത്ത്. ഞാൻ അവിടെ പറയാൻ നിൽക്കായിരുന്നു, മഹേഷ് തന്നെ പോയി ചോദിച്ചു നോക്കുക അവരുടെ. അല്ല, അവർ ഇതുപോലത്തെ സിറ്റുവേഷൻ കളിക്കാൻ വേണ്ടിയല്ലേ പ്രൊഫഷണൽ താരങ്ങളായിട്ടുള്ളൂ. അവർക്കത് മാനേജ് ചെയ്യാൻ കൃത്യമായി അറിയാം. പ്രത്യേകിച്ച് ഞാൻ മാനേജ് ചെയ്യാം, എന്നാലും എന്തായിരിക്കുന്നു, കാരണം എത്രമാത്രം ടെൻഷൻ അവരെടുക്കുന്നു. സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. ബ്രസീലിനെ പോലെ ഒരു വലിയ രാജ്യത്തിന്റെ ജേഴ്സി അണിയാണ്. അപ്പോൾ ജപ്പാൻ ആണെങ്കിലും ഏഷ്യൻ റെപ്രസെന്റ് ചെയ്ത് വരികയാണ്. അവർ മനോഹരമായ കളി കളിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ടീമും ആയിക്കോട്ടെ, അവർക്ക് നോക്കൌട്ടിൽ ലോകകപ്പ് പോലെ ഒരു വലിയ വേദിയിൽ കളിക്കുമ്പോൾ സമ്മർദ്ദം ഉണ്ടാവും. ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ട മത്സരമാണെങ്കിൽ പോലും ആ സമ്മർദ്ദം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനെ അതിജീവിക്കുന്നവർ വിജയിക്കും. ബ്രസീൽ ഇന്നത് അതിജീവിച്ചു എന്നുള്ളതാണ്. അടുത്ത നമ്മുടെ മഞ്ഞപ്പടയുടെ അടുത്ത ആള് ഹരി ആൻസലോട്ടിയുടെ വലിയ ഫാനാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ പ്ലാനുകൾ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇൻ ആൻസലോട്ടി വി ട്രസ്റ്റ്. ഇദ്ദേഹത്തിനെ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്, പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ കളി തിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ കളി തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. ഇന്നും സെക്കൻഡ് ഹാഫിൽ ബ്രസീലിന്റെ അപ്രോച്ച് മൊത്തം മാറി. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം ചേഞ്ചസ് കൊണ്ടുവന്നു. ആ ചേഞ്ചസ് തന്നെയാണ് ഗോളിലേക്ക് വഴിവെച്ചതെന്ന് ഞാൻ പറയും. അപ്പോൾ ഇൻ ആൻസലോട്ടി വി ട്രസ്റ്റ്, ഐ ട്രസ്റ്റ് പ്ലെയേഴ്സ്. അദ്ദേഹം റയൽ മാഡ്രിഡിലൊക്കെ നമ്മൾക്കറിയാം, അദ്ദേഹത്തിന്റെ ഒരു പുരികം പൊക്കിയുള്ള ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അതായത് എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറി ടൈമിൽ അദ്ദേഹം
കളി മാറ്റുന്നത്, അദ്ദേഹത്തിന്റെ ആ ചേഞ്ചുകളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. സോ ഇനിയുള്ള മത്സരങ്ങളിലും ആഞ്ചലോട്ടിയിലാണ് എൻ്റെ പ്രതീക്ഷ, പ്ലെയേഴ്സിലല്ല, ആഞ്ചലോട്ടിയിലാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കപ്പിൽ ഇദ്ദേഹം ടോപ്പാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കപ്പ്. ഹരി അപ്പൊ പറയുന്നത് താരങ്ങളല്ല താരം, ആൻസലോട്ടിയാണ് താരം എന്നാണ്. യെസ്, ആഞ്ചലോട്ടി, അതായത് നമ്മൾക്കറിയാം ഇത് മാനേജർ എന്നുള്ള ഒരു ഘടകത്തിനെ പല പല രീതിയിൽ നമ്മളത് അർജന്റീനയുടെ കഴിഞ്ഞ കൊല്ലത്തെ വിജയത്തിന് നമ്മൾ പ്ലെയേഴ്സിനെയോ മെസ്സിയോ മാത്രം പറഞ്ഞാൽ പോരാ, സ്കലോണിയെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ആഞ്ചലോട്ടിയെ നമ്മൾ എടുത്തു പറയണം. ആഞ്ചലോട്ടിയുടെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹം ഈ ഒരു ബ്രസീൽ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ വളരെ കടുത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നെയ്മറിനെ ടീമിലേക്ക് എടുക്കുക എന്നുള്ളത് വലിയൊരു തീരുമാനമായിരുന്നു. അതേപോലെ പല ജാവോ പെഡ്രോനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് വലിയ തീരുമാനമായിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ നെയ്മറെ ആദ്യ 90 മിനിറ്റിൽ ഇറക്കാതിരുന്നതും ഒരു വലിയ തീരുമാനം തന്നെയായിരുന്നു. അതുപോലെ ഗബ്രിയൽ മാർട്ടിനെല്ലിയെ പകരം കൊണ്ടുവന്നതും ഒരു വലിയ തീരുമാനമായിരുന്നു. അപ്പൊ അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു മാനേജറാണ് ആഞ്ചലോട്ടി. ആഞ്ചലോട്ടി അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അപ്പോൾ അതാണ് ആഞ്ചലോട്ടിയുടെ എക്സ്പീരിയൻസും ആഞ്ചലോട്ടിയുടെ ആ ഒരു പെഡിഗ്രി, ആഞ്ചലോട്ടിയുടെ ആ ഒരു എന്താ പറയാ ഹിസ്റ്ററി നമ്മൾ പറയുന്നത് അദ്ദേഹം കപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ്. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്ലെയേഴ്സിനെ പറയണം, അതായത് പ്ലെയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് വലുതാണ്. പക്ഷേ ആഞ്ചലോട്ടി ഒരു വലിയ ഘടകം തന്നെയായിരിക്കും ബ്രസീൽ ഈ ഒരു വേൾഡ് കപ്പിൽ സക്സസ് ആവുകയാണെങ്കിൽ. അല്ല, വേറൊന്നുണ്ട്. ഞാൻ കണക്കുകളൊന്നും കൂടെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ ഇതുവരെ ഒരു ഫോറിൻ കോച്ചും കപ്പ് പൊന്തിച്ചിട്ടില്ല. ഇറ്റാലിയൻ കോച്ചാണ് കാർലോ ആൻസലോട്ടി. എത്രത്തോളം ഒരു ബ്രസീലിയൻ വികാരം അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളത് ബ്രസീലിയൻ വികാരത്തിന്റെ അല്ല, ഒരു പരിശീലകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിന്റെ 100% കൊടുക്കും. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം ഇറ്റാലിയൻ പരിശീലകനാണ്, ഇറ്റലി കളിക്കുന്നില്ലല്ലോ ലോകകപ്പ്. അതുകൊണ്ട് ഇറ്റലി ജയിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബ്രസീൽ ജയിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ ഹരിയോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഒരു ഉത്തരം കിട്ടൂല. കാരണം ഈ കളി നടക്കുന്ന സമയത്ത് ഹരിഗോവിന്ദ് ഓരോ പ്ലെയർ നിലത്ത് വീഴുമ്പോഴും ഞങ്ങൾക്ക് മഞ്ഞക്കാട് കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു ഹരിഗോവിന്ദ്. തീർച്ചയായും മഹേഷിന്റെ ഒക്കെ വികാര തള്ളിച്ച കണ്ടാൽ നമുക്ക് തോന്നും മഹേഷ് ജപ്പാനാണ് ജനിച്ചതെന്ന്. അത്രയും വലിയ പെർഫോമൻസ് ആയിരുന്നു മഹേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ജപ്പാൻ ഗോൾ ബ്രസീലിനൊപ്പം എന്ന് പറഞ്ഞ് തോളത്ത് കൈയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ജപ്പാൻ ഗോൾ അടിച്ചപ്പോ ചാടി എണീറ്റ് ഇവിടെ തുള്ളി. ആ മഹേഷാണ് ഇപ്പൊ ഹരിയുടെ കുറിച്ച് ആകെ ഒരു സുസുക്കിയെ മാത്രം അറിയാം. എന്നിട്ടേ ഗോൾ കളി കഴിഞ്ഞപ്പോ സുസുക്കിയുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞു, അതല്ല വേറെ താരങ്ങൾ കമാഡയെ പോലുള്ള താരങ്ങൾ അതല്ല ഞാൻ പറയട്ടെ, അതിന്റെ ബൈക്കും കൂടിയാണ് നേരത്തെ ഇതിനു മുമ്പ് തോന്നിയല്ലേ മഹേഷ് ഏട്ടൻ പറയാ ഏറ്റവും നല്ല പെർഫോമർ ആണെന്ന്. 4 ഇട്ടാണ് അതിൽ ഏത് ഇട്ടമാണ് കളിച്ചെന്ന് പ്രഷർ മനസ്സിലാക്കണം. 2 സബിലും 2 ലൈനപ്പിലും. നമ്മള് കളിക്ക് ഇടയിൽ ഇപ്പൊ ജപ്പാൻ താരങ്ങളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഏതാണ്ട് എല്ലാവരുടെയും ഫേസ് ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പൊ ഇത് ആര് കളിച്ചു, ആരെങ്ങോട്ട് ബോൾ കൊടുത്തു, ആരാണ് ഇത് പാസ് കൊടുത്തു, ഈ നമ്പർ അല്ലാതെ വേറെ ഒന്നും നമ്മളെ കയ്യിലില്ലല്ലോ. അപ്പൊ ഫേസ് കട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കൽ വലിയ പ്രയാസമാണ്. പക്ഷെ ഞാൻ നേരത്തെ കാർലോ ആൻസലോട്ടിയുടെ കാര്യം ഹരി പറഞ്ഞു, ചുരുക്കത്തിലൊരു വെള്ള കളറുള്ള ഒരു പ്ലെയർ മാത്രമാണ് നമുക്കതിൽ സെപ്പറേറ്റ് ആയിട്ട് തോന്നുന്നത്. അതില് രണ്ടാമത്തേത് കാർലോ ആൻസലോട്ടി ഇപ്പം ബ്രസീൽ ഭയങ്കര ഡീപ്പായിട്ട് പ്രതിരോധത്തിലേക്ക് പോയി എന്ന് വിചാരിക്കാം. ഉടനടെ ഹരിഗോവിന്ദ് പറയും, കാർലോ ആൻസലോട്ടിയുടെ ഇറ്റാലിയൻ പൂട്ട് കണ്ടോ, അത് പൊളിക്കാൻ നിങ്ങൾക്കാവില്ല പറയും. അതായത് ഞാൻ പറയുന്നത് കാർലോ ആൻസലോട്ടി വലിയ ഗ്രേറ്റ്, ഒരു സംശയമില്ല, ഗ്രേറ്റ് ആണ്. കാരണം എല്ലാ തലത്തിലും ഇപ്പൊ ബ്രസീലിനെ പോലെ ഒരു ടീമിനെ അയാളുടെ ദൗത്യം എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ എത്രയോ കാലമായി ലോകകപ്പ് കിരീട വരൾച്ചയിൽ പൊറുതി മുട്ടിയിരിക്കുന്ന ബ്രസീലിയൻ ജനതയ്ക്ക് മുന്നിലേക്ക് ഒരു സ്വർണ്ണ കപ്പ് കൊണ്ടു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം കാർലോ ആൻസലോട്ടി ഏറ്റെടുത്തതാണ്. ആ ദൗത്യത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകട്ടെ, അതിന് ആശംസ. പക്ഷെ അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ കളിശൈലിയിൽ ഇപ്പം ബ്രസീലിന്റെ പഴയകാല ആക്രമണ ഫുട്ബോൾ, ഇപ്പൊ ഇന്ന് കസിമെറോ എന്ന് പറയുന്ന താരത്തെ ആദ്യ പകുതി മറ്റേതെങ്കിലും കോച്ചാണെങ്കിൽ പിൻവലിച്ചേനെ. പക്ഷെ എന്തോ ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതേ സമയത്ത് തന്നെയാണ് കളി വന്ന് അവിടെ ആ മത്സരം ആകെ മൊത്തം മാറ്റിമറിക്കാൻ, അതിന്റെ ടെമ്പോ മാറ്റിമറിക്കാൻ പോകുന്ന നെയ്മർ ജൂനിയർ. അദ്ദേഹം അസ്വസ്ഥനായിട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നെയ്മർ ജൂനിയർ ഇന്ന് കളിക്കളത്തിൽ ജയിച്ചു, പക്ഷെ അദ്ദേഹത്തെ കാണിക്കുന്ന സമയത്തൊക്കെ എന്തോ നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നില്ല, അല്ലെ ഹരി? അതായത് നമുക്കറിയാം ഒരു നെയ്മറിന് ബ്രസീലിനോടുള്ള സ്നേഹം, ബ്രസീൽ അത് ആർക്കാരും നാഷണൽ ടീമിൽ കളിക്കുമ്പോൾ ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ തന്റെ നാഷണൽ ടീം ഒരു മത്സരത്തിൽ സമനിലയിൽ നിൽക്കുമ്പോൾ കളത്തിൽ ഇറങ്ങണം എന്ന് വിചാരിക്കാത്ത ആരാണുള്ളത്? ഓരോ ആരാധകർക്ക് വരെ തോന്നുന്നു. അപ്പം നെയ്മറിന് ആ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് എത്ര തോന്നുന്നുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുക. ആ ടൈമിലേക്ക് ആ ഒരു തന്റെ ടീം സ്ട്രഗിൾ ചെയ്യാന്ന് കാണുമ്പോൾ
ഗ്രൗണ്ടിൽ ഇറങ്ങണം, ഹെൽപ്പ് ചെയ്യണം. പക്ഷെ എല്ലാം കോച്ചിന്റെ തീരുമാനമാണ്. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. എന്തായാലും നെയ്മർക്ക് വിഷമമായിട്ടുണ്ടാവും. കാരണം ഈ ഒരു അവസരത്തിൽ കളത്തിൽ ഇറങ്ങി വന്ന് ടീമിനെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ നെയ്മർ ഐ തിങ്ക് ഈ ഒരു കളിയിൽ ആ ഒരു ഇന്റൻസിറ്റി കൂടുതലുള്ള കളിയായിരുന്നു ഇത്. അപ്പൊ ആ ഇന്റൻസിറ്റിയിലേക്ക് നെയ്മർ വരുന്നതാണോ അതോ ഗബ്രിയൽ മാർട്ടിനിൽ വരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗബ്രിയൽ മാർട്ടിനിൽ വരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് ആ ഒരു ഗോൾ വന്നത്. ആ സ്പേസ് കണ്ടെത്താനും ആ പൊസിഷനിലേക്ക് എത്താനും ഗബ്രിയൽ മാർട്ടിനിലെ കൊണ്ടാവുള്ളൂ, അല്ലാതെ നെയ്മർ വന്നതുകൊണ്ട് ആവില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മാർട്ടിനെല്ലിയെ ചൂസ് ചെയ്തതും. അതൊക്കെ ആൻസലോട്ടിയുടെ ഒരു തീരുമാനമാണ്, നെയ്മറിനെ പുറത്തിരുത്താനും മാർട്ടിനെല്ലിയെ കൊണ്ടുവരാനും. ചിലപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് പോയെങ്കിൽ ചിലപ്പോൾ നെയ്മർ വന്നേനെ. ആ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ പുതിയ തന്ത്രങ്ങളായി നെയ്മറിനെ കൊണ്ടുവന്നേനെ. സോ അതാണ് എനിക്ക് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ ഒരു കളി വെച്ചിട്ട് ഇവര് ഏതുവരെ പോകുന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, വലിയ വലിയ അവകാശവാദം ഇപ്പൊ കിരീടം നേടുമെന്നുള്ള അവകാശവാദം ഒന്നും ഞാൻ അല്ല, പറഞ്ഞിട്ടില്ല. അവകാശവാദം അവിടുന്ന് ഉന്നയിച്ചിട്ടുണ്ട്. ഡോൺ കാർലോക്ക് കപ്പിൽ അതൊരു മാത്രമാണ് വിശ്വാസമാണ്. ശ്രദ്ധ. ഇപ്പൊ ഇപ്പൊ നൂറ ജർമ്മനി ഫാനാണ്. ജർമ്മനി കപ്പ് നേടും 100 ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ ടീമിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അല്ല, നമ്മുടെ സഹപ്രവർത്തകരെ അവമാനിക്കുന്നത്. ഇക്കടോർന്ന് കേൾക്കുമ്പോൾ വിഷമം വരുന്ന സഹപ്രവർത്തകരുണ്ടെങ്കിലോ? അപ്പൊ അത് നമ്മൾ പറയാതിരിക്കുക. ഞാൻ പറയട്ടെ, ഈ ഡോൺ കാർലോയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ആൻസലോട്ടി നമുക്കറിയാം, അദ്ദേഹം കപ്പ് വിൻ ചെയ്യുമെന്നോ അദ്ദേഹം 100% ഉറപ്പൊന്നും പറയുന്നില്ല. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന് നേരെ വന്ന വിമർശനം ബ്രസീൽ പഴയ പോലെ മനോഹരമായ ഫുട്ബോൾ കളിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു മനോഹരമായ ഫുട്ബോൾ കളിക്കണമെന്നില്ല കളി ജയിക്കാൻ. ഇതൊരു 7 മത്സരത്തിന്റെ ടൂർണമെന്റ് ആണ്, 8 മത്സരത്തിന്റെ ടൂർണമെന്റ് ആണ്. ആ 8 മത്സരങ്ങൾക്ക് വേണ്ട പ്ലാനാണ് ഒരു പരിശീലനം എടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ക്ലബ് ഫുട്ബോൾ പോലെ നീണ്ട കാലം നമുക്കൊരു താരങ്ങളെ ഇട്ട് ഒരു കോറാക്കി അങ്ങനെ മാറ്റി കളിക്കാൻ പറ്റില്ല. അപ്പൊ ആ 7 മത്സരങ്ങൾ അല്ലെങ്കിൽ 8 മത്സരങ്ങൾക്ക് വേണ്ട കൃത്യമായ പ്ലാൻ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ടാവാം. അത് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, ചിലപ്പോൾ വിജയിച്ചേക്കാം. പക്ഷെ ഇന്ന് അദ്ദേഹം അത് വിജയിപ്പിച്ചെടുത്തുന്നുള്ളതാണ്. ഹരി സൂചിപ്പിച്ച പോലെ നെയ്മറെ പോലെ ഒരു സൂപ്പർ താരത്തെ അദ്ദേഹം ഇന്ന് ഇറക്കിയില്ല. ഈ മത്സരം ഒരുപക്ഷെ നെഗറ്റീവ് അല്ലെങ്കിൽ തോറ്റായിരുന്നെങ്കിൽ അദ്ദേഹം എത്രത്തോളം പഴിയേക്കേണ്ടി വന്നേനെ. അപ്പൊ ആ റിസ്ക് എടുക്കാൻ അദ്ദേഹം കാണിച്ച ഒരു മനസ്സുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് അല്ല, അത് ഇല്ല, ഓരോ കോച്ചും, കാരണം ഇതൊക്കെ ഇങ്ങനത്തെ ഈ സബ് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു മൂമെന്റിൽ ഹരി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ നെയ്മറിനെ പോലെ ഒരു പ്ലെയറിനെ ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ 3 പേരും തന്നെ വളരെ അസ്വസ്ഥരായിരുന്നു ആ ഫ്ലോറിൽ നിന്നിട്ട്. എന്തുകൊണ്ട് നെയ്മറിനെ ഇറക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നിന്ന് ചോദ്യം വന്നത്. അപ്പൊ ബ്രസീൽ എത്രത്തോളം ആരാധകര് ബ്രസീലിക്ക് ഉണ്ടെന്ന് അറിയാം. ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് കാർലോ ആൻസലോട്ടിയുടെ മുകളിലാവും. അപ്പൊ ആ ഒരു മൂമെന്റിൽ നെയ്മർ വേണ്ട, മാർട്ടിനെല്ലിയെ പോലത്തെ ഒരു പ്ലെയർ ആവാം. അതെ, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ, അത് ചിലപ്പം ആ ഡിസിഷൻ ചില സമയത്ത് എനിക്ക് അതാണ് ശരി എന്നുള്ളത്. കാരണം പക്വേറ്റിനെയാണ് ആദ്യം പിൻവലിച്ചത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം അല്ലെ, പക്വേറ്റിനല്ലേ അല്ല, പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം നിറമങ്ങിയ പ്രകടനമായിരുന്നു. പക്ഷെ പക്വേറ്റിനെ പിൻവലിക്കുമ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്ലെയർ ആരാണ്? നെയ്മറാണ്. പക്ഷെ അവിടെ എൻട്രിക്കിനെ ഇറക്കുന്നു. പക്ഷെ ഞാൻ എൻട്രിക്ക് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടും ഞാൻ ഹാപ്പിയാണ്. എൻട്രിക്ക് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന പ്ലെയറിന്റെ പ്രകടനത്തിലും ഈ 2 താരങ്ങളുടെ 2 സോണിൽ തന്ന ആ ഒരു പെർഫോമൻസ് കാരണമാണ് സ്പേസ് വന്നതും. എൻട്രിക്കിന്റെയും വിനീഷ്യസ് ജൂനിയറിന്റെയും ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ ഇല്ല. അതെ, നമ്മളിപ്പോ പോസിറ്റീവ് സൈഡ്സ് കുറെ പറഞ്ഞു, അതിലൊരു നെഗറ്റീവ് സൈഡും കൂടെ നമ്മൾ പറഞ്ഞു പോകണം. മധ്യനിരയിൽ വരുന്ന ഒരു വലിയ മധ്യനിരയിൽ പക്ഷെ ആ കുറവ് കെസമീരോ സെക്കൻഡ് ഗോളിൽ നികത്തി എന്നുള്ളതാണ്. ഇനി ബ്രൂണോ ഗിമാരസും ആയിക്കോട്ടെ, അതിലൊരു കാര്യം എന്താ പറയാ, ഗോളടിച്ച് കസിമറോ ഗോളടിച്ച് അതിന് നികത്തി. പക്ഷെ എന്നാൽ പോലും ആ ഗ്യാപ്പ് അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. അത് നമ്മള് ആദ്യ മാച്ച് തൊട്ട് തന്നെ നമ്മൾ കാണുന്നതാണ്. ആ ഒരു കെസമീറോ, ബ്രൂണോ ഗിമാരസ്, ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ്. എനിക്ക് തോന്നുന്നു 5 ജപ്പാൻ താരങ്ങള് മിഡ്ഫീൽഡിലുള്ളത്. ആ ഒരു ടാക്ടിക്സ് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് ഇങ്ങനത്തെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിലുള്ള ഒരു പോരായ്മ ഉണ്ടാവുന്ന ഒരു ടൈമിലാണ്. ശരി, അപ്പൊ നമുക്ക് നിർത്താൻ തോന്നുന്നു അല്ലെ ബ്രസീൽ. പക്ഷെ ഞങ്ങള് അർജന്റീന ഫാൻസ് ആകെ ടെൻഷനാണ്. അതുകൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. അല്ല, കേപ്പോ വാർത്തയുടെ ഇതല്ല, ഏതോ മന്ത്രവാദി വന്നിട്ട് ഏതോ മന്ത്രവാദി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഹരി. ഒരു മന്ത്രവാദിയുടെ പൊടിക്കും അല്ല, ആ മന്ത്രവാദിയുടെ ഞാൻ പറയാം, ആ മന്ത്രവാദി ലയണൽ എന്ന മെസ്സി അർജന്റീനൻ താരങ്ങൾ കളിക്കില്ല, ഇത് അനുകൂലമാണെന്നാണല്ലോ അദ്ദേഹത്തിന്റെ ജയിക്കുന്നാണല്ലോ പറഞ്ഞത്.
അതേ കേപ്പ് വർദ്ധയുടെ ക്യാപ്റ്റനെതിരെ എന്തോ ആരോപണം വന്നു, എന്തോ തിരിച്ചടിച്ചില്ല. എനിക്കതോ മന്ത്രവാദം തിരിച്ചടിച്ചാവാനാണ് സാധ്യത. അല്ല, പൊടി ഊതിയത് മാറിപ്പോയി, അത് സത്യമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് മാറിപ്പോയി. അത് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഊതുമല്ലേ, അപ്പൊ അത് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവാം. ഇന്ന് പക്ഷെ അദ്ദേഹം പറഞ്ഞു എൻട്രിക്കിനെ ആദ്യ പകുതിയിൽ ഇറക്കിയില്ലെങ്കിൽ ബ്രസീൽ തോക്കുന്നു. പക്ഷെ രണ്ടാം പകുതിയിലല്ലേ എൻട്രിക്ക് വന്നത്, ബ്രസീൽ ജയിച്ചില്ലേ. അപ്പൊ ആ മന്ത്രവാദി എത്രയും പെട്ടെന്ന് ഫൈനലിസ്റ്റ്. മന്ത്രവാദി പക്ഷെ ആ മന്ത്രവാദി തന്നെയാണ് 2014 ക്രിസ്ത്യാനോക്ക് നീ ഇഞ്ചുറി വന്നപ്പോ അതും ഞാൻ വരുത്തിയതാണെന്ന് അന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ വർഷം ഹാരി കെയ്ൻ ഗോൾ അടിക്കില്ല എന്ന് പറഞ്ഞു, ആ കളിയിൽ ഗോൾ അടിച്ചില്ല, അടുത്ത കളിയിൽ ഗോൾ അടിച്ചോളാൻ പറഞ്ഞു, ഹാരി കെയ്ൻ അടിക്കാൻ ചെയ്തു. അപ്പൊ ആള് ചെയ്ത ഇതുവരെ ചെയ്ത ഈ വേൾഡ് കപ്പിൽ ചെയ്ത 2 പ്രവചനങ്ങളും ശരിയായി. അപ്പൊ മറ്റേത് ബ്രസീലിന്റെ കാര്യം കൺഫേം അല്ല. അപ്പൊ ഇതുവരെ 2 എണ്ണം വരുത്തിയത് കൺഫേം ആണ്. മൂന്നാമത്തെ ആള് നടത്തിയത് അർജന്റീന പുറത്തു പോകുന്ന. അപ്പൊ അത് കണ്ടറിയാം, അർജന്റീന പുറത്തു പോകുന്നാണ് അല്ല നൂറ എന്തിനാണ് വിഷമിക്കുന്നത്? നൂറ ജർമ്മനി അല്ലേ? സെയ്ഫുക്കാനി മഹേഷ് ആലോചിച്ചിട്ടുള്ള ഒരു പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും, അതാണ്. ഒരു ഹരി ഒരു പൊടിക്കും തൽക്കാലം ലയണൽ മെസ്സി എപ്പോഴും നമ്മളെ പിള്ളേരെയും ഞാനൊരു എനിക്ക് തോന്നുന്നില്ല. കടുത്ത മെസ്സി ആരാധികയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഞാനൊരു കടുത്ത മെസ്സി ആരാധകനാണ്. പക്ഷെ ഞാൻ മെസ്സി ആരാധകനാണ്. ഫുട്ബോൾ കളിക്കുന്നല്ലേ, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മെസ്സി അല്ല. ഞാൻ എവിടെയാണ് മഹേഷ് മെസ്സിയുടെ കുറ്റം പറഞ്ഞത്? ഇപ്പൊ ബ്രസീൽ ഫാൻസ് ഏകദേശം ആയിട്ടുണ്ട്, ഇനി അടുത്ത അർജന്റീന അല്ല. ഞാൻ ബ്രസീൽ ഫാനാണ്, നെയ്മറിന്റെ ആരാധകനാണ്. പക്ഷെ ഞാൻ മെസ്സിയുടെ ആരാധകനാണ്, റൊണാൾഡോന്റെ ആരാധകനാണ്. മഹേഷ് പറഞ്ഞാണ് ശരിയായത്, പക്ഷെ നൂറ് പറഞ്ഞാണ് കൂടുതൽ ശരിയായത്. നമ്മള് വീണ്ടും വരും. വാർ റൂം ഇങ്ങനെയാണ് കേട്ടോ, ഞങ്ങൾ ഇവിടെ കളി കാണും. ഇന്നിപ്പോ തിരക്കൊണ്ട് ഇവിടുന്ന് കളി കാണാൻ പറ്റില്ല, പക്ഷെ നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാന്ന്. ലോകകപ്പ് കഴിയുന്നവരല്ലേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ജപ്പാനിൽ ജനിച്ച മഹേഷിനൊപ്പം ഹരിഗോവിന്ദ്, ഹരികൃഷ്ണൻ, നൂറ.